നീ ആ 7-ാം നമ്പറിലെ ഡെലിവറി ഇതുവരെ കൊടുത്തില്ലേ? കഴിഞ്ഞ പ്രാവശ്യം അയാളുണ്ടാക്കിയ സീനിനൊക്കെ ഓർമ്മയുണ്ടോ? ഇതുവരെ പാക്ക് ചെയ്ത് കഴിഞ്ഞില്ലേ? എന്താണ് ഇത്ര ധൃതി? ഒന്നുമില്ല. എടാ അതൊക്കെ പോട്ടെ, നിന്റെ ടീഷർട്ട് എവിടെ പോയി? ഒന്നും പറയണളിയാ, ഇത് കഴിഞ്ഞിട്ടേ എന്നിട്ട് പരിപാടി ഉണ്ട്. ഇതാ ഓ പോട്ടെ. ശരി ശരി. എന്തോ ചുറ്റുക്കിളി ഉണ്ടല്ലോ. ഹലോ. ആ ഞാൻ വരാം. രവിയേട്ടന് ഒരു 9 മണി കഴിഞ്ഞേ പോവും. അത് കഴിഞ്ഞ് വന്നാൽ മതി. ആ ഓ ശരി. ഫുഡ് റെഡി ആയിട്ടുണ്ട്. ചായ ഇപ്പം എടുത്തോണ്ട് വരാം. മോളെ ഞാൻ വിളിച്ചായിരുന്നല്ലോ. എഴുന്നേറ്റില്ലേ ഇതുവരെ? അയ്യോ സ്കൂൾ ബസ് വരാറായി. എഴുന്നേറ്റേ താരക്കുട്ടി, ഇത് എന്തൊരു കിടപ്പായത്? എഴുന്നേക്ക് മോളെ. അയ്യോ മോളെ എഴുന്നേക്ക്. എഴുന്നേറ്റ് പല്ല് തേക്ക്. എത്ര മണിയായി എന്ന വിചാരം? എന്നിട്ടാണ് ഈ കിടപ്പ് കിടക്കുന്നത്. അത് പിന്നെ എന്ത് പറയാനാ, അച്ഛൻ്റെ ക്ലാരിറ്റി മോൾ കൂടെ കിട്ടിയാൽ മതിയായിരുന്നു. ഹലോ ജോർജ് സർ. ഇന്നോ? ഇപ്പോഴോ? ഇല്ലില്ല, കുഴപ്പമൊന്നുമില്ല. നാളെ നമുക്ക് തിരിച്ചു വരാൻ പറ്റുമല്ലോ അല്ലേ? അത് മതി മതി. ഒന്നും പ്രശ്നമല്ല സാർ, ഒരു പ്രശ്നമില്ല. ഞാനിപ്പോൾ തിരിക്കാം. ഓക്കെ, ഒരു ദിവസത്തിൻ്റെ ഡ്രസ്സ് എടുത്താൽ മതിയല്ലോ. ഓക്കെ ഓക്കെ. എനിക്ക് പെട്ടെന്ന് തിരുവനന്തപുരത്ത് പോകണം. ജോർജ് സാറെ വിളിച്ചത്. പിന്നെ നാളെ വരൂ. എന്താ നിന്ന് നിപ്പിലാണ് തിരുവനന്തപുരത്തേക്കും കാസർഗോട്ടേക്കൊക്കെ? നീ ഉമ്മാരൊരു കാര്യം, നമ്മുടെ ജോലി ഇങ്ങനെ ആയിപ്പോയില്ലേ? നീ ഒരു കാര്യം ചെയ്യ, എന്നെ ഒന്ന് കുളിപ്പിക്കേ, എന്നിട്ട് മോളെ റെഡിയാക്ക്. അല്ല ഞാൻ ഒന്ന് കുളിക്കാം, മോളെ ഒന്ന് റെഡിയാക്ക്. നീ പെട്ടെന്ന്. രവിയേട്ടാ, മോളെ ഞാൻ സ്കൂളിൽ കൊണ്ടാക്കിട്ട് വരാവേ. മോളെ, അച്ഛൻ ഇന്ന് പോയാൽ നാളെ വരൂ. ഒഫീഷ്യൽ ഡ്യൂട്ടി. അതിനാ നടക്ക്. ഗുഡ് ഡേ, സ്റ്റഡി വെൽ. കുട്ടി, എല്ലാ ദിവസവും തന്നു വിടുന്ന ഫുഡിന്റെ പകുതി നീ തിരിച്ചു കൊണ്ടിരുന്നുണ്ട്. ഇന്ന് മൊത്തം കഴിച്ചോണം. ഇതുവരെ കുളിച്ചു കഴിഞ്ഞില്ലേ? രവിയേട്ടാ, രവിയേട്ടാ, ഇത് എന്തൊരു കുളിയാ? ഇതുവരെ കുളിച്ചു കഴിഞ്ഞില്ലേ? തിരുവനന്തപുരം വരെ പോണ്ടല്ലേ? അവിടെ ചെന്നാ കുളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞോളല്ലോ. എപ്പോഴാ തിരുവനന്തപുരത്തേക്ക് പോണ്ടേ? ജോർജ് സാർ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. വന്ന് അവിടെ ഇറങ്ങും. നീ വേണമെങ്കിൽ ഹിമയെ കൂട്ടി വിളിച്ചോ. ഓ അതൊന്നും കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. രവിയേട്ട പോയിട്ട് വാ. പിന്നെ ഞാൻ എൻ്റെ സാനിക്ക് കൊണ്ട് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് വരാം. ഞാൻ വന്നിട്ട് പോകാവേ. പിന്നെ രവിയേട്ടുള്ള ഫുഡ് ടേബിളിൽ എടുത്തു വെച്ചിട്ടുണ്ടേ.
രവിയേട്ടൻ ഇത്ര പെട്ടെന്ന് പോയോ? പോയി. എന്താ ഒരു വല്ലായ്മ പോലെ ശബ്ദത്തിന്? ഞാൻ കാറിനകത്താണ്. ജോർജ് സാറും വേറെ കുറേ ആൾക്കാരുണ്ട്. സംസാരിക്കാൻ പറ്റില്ല. ആ ഓക്കെ. ഹലോ, ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ആ, ഏട്ടൻ പോയല്ലോ തിരുവനന്തപുരത്തേക്ക്. ഒരു അരമണിക്കൂർ കൂടെ എടുക്കും. ഞാൻ റെഡിയായി നിൽക്കാം. നീ ഒരു കാര്യം ചെയ്യ്, താഴെ എത്തിയിട്ട് വിളിക്കും കേട്ടോ. ഓക്കെ, അപ്പം ശരി. ദേ വരുന്നു. ആണോ? ഞാൻ ദേ ഇറങ്ങി. ഈ സെക്യൂരിറ്റി എവിടെ പോയി? ആ ജനറേറ്റർ ഓണാക്കിയോ? ഓണാക്കാൻ പോവാ. ആ ഭദ്ര, പോവാം. പോ. ഇങ്ങോട്ട് വന്നേ നീ. പോടി ഓടുന്നു. ഓടുന്നുണ്ടെങ്കിൽ ഒളിച്ചോടാതെ നിന്റെ അച്ഛൻ കാണുക ഓടണം. അതല്ലേ ഹീറോയിസം? എന്താ മോന്റെ പേര്? ജോൺകുട്ടി. അങ്കിളുടെ പേരെന്താ? എന്റെ പേര് ജയകൃഷ്ണൻ. ഞാൻ ഇവളുടെ അച്ഛനാ. നിങ്ങൾ എന്നും വരാറുണ്ടോ ഇവിടെ? ജോൺ എന്റെ കോളേജ് മേറ്റ് ആണ്. ഇപ്പം വഴി വെച്ച് കണ്ടു. കുറച്ചേരം സംസാരിച്ചിട്ട് പോവാന്ന് കരുതി. ഇവിടെ ആകുമ്പോ നല്ല സമാധാനം. മോർണിംഗ് വാ. അച്ഛാ, ഏത് കോളേജിലാണ് നിങ്ങൾ ഒരുമിച്ച് പഠിച്ചത്? നീ പറയുന്നത് തന്നെ ആവണം അവളും പറയുന്നത്. നിനക്ക് എന്നെ കുറിച്ച് അറിയാവോ? ഇനി അവളെ കാണരുത്. അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ എന്റെ സ്വഭാവം നീ അറിയും.